വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മുടെ 8th CBSE അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ് നാച്ചർ ഓഫ് മാറ്റർ അല്ലെ, എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ തിയറി കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, MCQs-ന്റെ ഇമ്പോർട്ടന്റ് മിസ് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലെ. അപ്പൊ ബോർഡ് എക്സാം ഒക്കെ എഴുതുന്ന ആരെങ്കിലും ഒക്കെ ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പൊ MCQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല, പക്ഷെ അതിനകത്തുനിന്ന് ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയ ആണ് അല്ലെ. മുഴുവൻ മാർക്കും, കാരണം തെറ്റിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരത്തിലേക്ക് എത്തണം. അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി എന്ന് പറയുന്നത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമ്മുടെ ബാച്ചിലൊക്കെ ആണെങ്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, DPP അല്ലെ, 10 ക്വസ്റ്റ്യൻസ് വീതം ചെയ്യാൻ വേണ്ടി നൽകാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈ പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോ നമ്മുടെ ഇപ്പൊ ആണെങ്കിൽ നമുക്കറിയാം ബാച്ച് 2 ടൈപ്പ് ഉണ്ട് അല്ലെ. പഴയ സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു ബാച്ചും ഉണ്ട്, ന്യൂ NCERTയുടെ ഒരു ബാച്ചും ഉണ്ട്. അപ്പൊ 2 ബാച്ചിലും നമ്മൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് പഴയ സിലബസ് ആണ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലമെന്റ്സും കോമ്പൗണ്ട്സും ഒക്കെ നമുക്ക് എല്ലാ കാലത്തും ആവശ്യമുള്ള ആൾക്കാരാണ്. സോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കാം അല്ലെ. ആൻസേഴ്സ് ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിടുക കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ. ഇൻ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ വിച്ച് ഗ്യാസ് പ്രൊഡ്യൂസസ് എ പോപ്പ് സൗണ്ട് വെൻ എ ബേണിംഗ് കാൻഡിൽ ഈസ് ബ്രോട്ട് നിയർ ഇറ്റ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോളിസിസ്, വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് ഗ്യാസിനെ പറ്റിയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു? ഒന്ന് നമ്മുടെ എന്താണ്, ഹൈഡ്രജൻ ആണ് അല്ലെ, ഹൈഡ്രജൻ ആണ്. മറ്റൊന്ന് എന്താണ്, ഓക്സിജൻ ആണ് അല്ലേടാ. കാരണം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമ്പൗണ്ട് ആണെന്നൊക്കെ നമുക്ക് അറിയാം, H2O അല്ലെ. അപ്പൊ അത് സ്പ്ലിറ്റ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പോപ്പ് സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എക്സ്പ്ലോസീവ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ഇതിൽ ആരാണ്, നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രജൻ ആണ്. അപ്പൊ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ദ ഫ്ലെയിം ഗ്ലോസ് ബ്രൈറ്റർ വെൻ ബ്രോട്ട് നിയർ വിച്ച് ഗ്യാസ്. അതായത് നമ്മളിപ്പോ പറഞ്ഞു ഹൈഡ്രജൻ പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്ന കാര്യമൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ഈ പറയുന്ന ഫ്ലെയിമിനെ ബ്രൈറ്റർ ആക്കുന്നത് ഏത് ഗ്യാസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആലോചിക്കേണ്ടത്, ബേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ കമ്പൽസറി ആവശ്യമുള്ള ഒരാളാണ് ഓക്സിജൻ അല്ലെ. അപ്പൊ ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആര്, ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓക്സിജൻ ആയിരിക്കും. അപ്പൊ ഹൈഡ്രജനെയും ഓക്സിജനെയും അവിടെ നമ്മളോട് ചിലപ്പോൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, അതിന്റെ ഉത്തരം എന്താണ്, ഓക്സിജൻ. ബേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആര്, ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ പോപ്പ് സൗണ്ട് ഹൈഡ്രജൻ ആണ് അല്ലെ, ഒരു എക്സ്പ്ലോസീവ് നാച്ചുർ ആണ്. ആൻഡ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ബേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of these is a compound? Oxygen, hydrogen, water, iron. അപ്പൊ ഓൾറെഡി നമുക്കറിയാം ഓക്സിജൻ എലമെന്റ് ആണ് അല്ലെ, ഈ പറയുന്ന ഹൈഡ്രജൻ എലമെന്റ് ആണ്, അയേൺ എലമെന്റ് ആണ്. പക്ഷെ ഈ പറയുന്ന വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൃത്യമായിട്ടൊരു ഫിക്സഡ് റേഷ്യോയില് കമ്പൈൻ ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷനിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്ത്, വാട്ടർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രമേ ഇതിനകത്തുനിന്ന് നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ ബൈ ഫിസിക്കൽ മെത്തേഡ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അവർ അത്രയ്ക്ക് എന്താണ്, ഒരു പുതിയ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുള്ള ആളാണ് ആര്, ഈ പറയുന്ന വാട്ടർ എന്ന് പറയുന്നത്. സോ വാട്ടർ ആണ് ഇവിടെ എന്ത്, ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കോമ്പൗണ്ട് ഈസ് ട്രൂ? അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. their components can be separated by physical means. ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. they are formed by elements combining in ഫിക്സഡ് റേഷ്യോ. അത് കറക്റ്റ് ആണ് അല്ലെ. കാരണം എന്താണ്, ഫിക്സഡ് റേഷ്യോയിൽ ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ചുമ്മാ അടുത്തടുത്ത് ഇരുന്നിട്ടൊന്നും അല്ല, കൃത്യമായിട്ട് ഇത്ര ഹൈഡ്രജൻ ഇത്ര ഓക്സിജൻ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു റേഷ്യോയിൽ അവർ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് വാട്ടർ മോളിക്യൂൾസ് കിട്ടുന്നത് അല്ലെ. അതൊരു കോമ്പൗണ്ട് ആണെന്ന് നമ്മൾ പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. സോ ദേ ആർ ഫോംഡ് ബൈ എലമെന്റ്സ് കമ്പൈനിങ് ഇൻ ഫിക്സഡ് റേഷ്യോ. ദേ ആർ മിക്സ്ചേഴ്സ് ഓഫ് എലമെന്റ്സ്. ഒരിക്കലും അല്ല, എലമെന്റ്സിന്റെ മിക്സ്ചർ അല്ല അവര്. മിക്സ്ചർ വേറെ തന്നെ ആളാണ്. ഇതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലെ. കോമ്പൗണ്ട് എന്ന് പറയുന്നത് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന ആൾക്കാരാണ്. ദേ ഹാവ് ദ സെയിം പ്രോപ്പർട്ടീസ് ഓഫ് ദെയർ ആസ് ദെയർ എലമെന്റ്സ്. ആണോടാ? ഒരിക്കലും അല്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ എപ്പോഴും വാട്ടർ എടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൾ അതായതുകൊണ്ടാണ്. അപ്പൊ വാട്ടർ
വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ അല്ലെ, ഹൈഡ്രജനും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഓക്സിജനും ഉണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ എന്താണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് അല്ലെ. അവർ കമ്പൈൻ ചെയ്തിട്ടാണ് H2O ഉണ്ടാവുന്നത്. ഇതിന്റെ അതേ പ്രോപ്പർട്ടി ആണോ വാട്ടറിനുള്ളത്? ഒരിക്കലും അല്ല അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. അപ്പൊ നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മാത്രമാണ്. നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്യൂർ സബ്സ്റ്റൻസ്? ഒരു പ്യൂർ സബ്സ്റ്റൻസ് അല്ലാത്തത് ഏതാണ്? ഗോൾഡ്, സോയിൽ, ഓക്സിജൻ ഗ്യാസ്, സൾഫർ. അപ്പൊ ഒരു പ്യൂർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്തൊക്കെയാണ്. ഒന്നുകിൽ അത് എന്തായിരിക്കണം, ഒരു എലമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് എന്തായിരിക്കണം, ഒരു കോമ്പൗണ്ട് ആയിരിക്കണം. ഇവർ രണ്ടുപേരുമാണ് പ്യൂർ സബ്സ്റ്റൻസ്. നോട്ട് എ പ്യൂർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുത്തെ ചോദ്യം എന്തിനെ പറ്റിയാണ്, ആ ഒരു മിക്സ്ചറിനെ പറ്റിയാണ് അല്ലെ. അതായത് പ്യൂർ സബ്സ്റ്റൻസ് അല്ലാത്ത ഒരാൾ ഏതാണ് എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കിയേ, ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എലമെന്റ് ആണ്. ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു എലമെന്റ് ആണ്. സൾഫർ എഗൈൻ എന്താണ്, ഒരു എലമെന്റ് ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി സോയിൽ മാത്രമാണ് എന്ത്, ഇറ്റ് ഈസ് നോട്ട് എ പ്യൂർ സബ്സ്റ്റൻസ് അല്ലെ. സോയിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, അതുകൊണ്ട് അതൊരു പ്യൂർ സബ്സ്റ്റൻസ് അല്ല, ഒരിക്കലും അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ അല്ലേ. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസേഴ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ സോഡിയം ക്ലോറൈഡ് ഈസ് എ മിക്സ്ചർ, കോമ്പൗണ്ട്, സൊല്യൂഷൻ, എലമെന്റ്. ഏതാ വരിക? സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടാൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒന്ന് നമ്മുടെ സോഡിയം ഉണ്ട്, രണ്ടാമത്തെ ആൾ ആരാണ്, ക്ലോറൈഡ് ഉണ്ട്. ചുമ്മാ സോഡിയവും ക്ലോറൈഡും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ്ചർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. കാരണം അവരെന്താണ് കമ്പൈൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ സോഡിയം ക്ലോറൈഡ് എന്ന് ഉള്ള ഒരു പേര് നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോഡിയം പ്ലസ് ക്ലോറിൻ അല്ല, പകരം എന്താണ്, സോഡിയം ക്ലോറൈഡ് ആണ് അല്ലെ. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaCl എന്ന് പറയുന്ന കെമിക്കൽ ഫോർമുല വരുന്ന നമ്മുടെ കോമൺ സോൾട്ട് ആണ് അല്ലെ. ഇറ്റ് ഈസ് എ കോമ്പൗണ്ട്, അതൊരു കോമ്പൗണ്ട് ആണ്. അതായത് ഈ പറയുന്ന എൻഎയും ഈ പറയുന്ന Cl-ഉം ഒരു ഫിക്സഡ് റേഷ്യോയില് കമ്പൈൻ ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷനിലൊക്കെ ഏർപ്പെട്ട് കിട്ടുന്ന പുതിയൊരാളാണ് നമ്മുടെ NaCl, സോഡിയം ക്ലോറൈഡ്. സോഡിയത്തിന്റെ പ്രോപ്പർട്ടിയും അല്ല, ക്ലോറിന്റെ പ്രോപ്പർട്ടിയും അല്ല. അല്ലാതെ ചുമ്മാ ഈ പറയുന്ന സോഡിയം ക്ലോറിനും അടുത്തടുത്ത് വെച്ചിട്ട് ഉണ്ടാവുന്ന ആളും അല്ല. അതുകൊണ്ട് തന്നെ സോഡിയം ക്ലോറൈഡ് എന്താണ്, ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു പുതിയ സബ്സ്റ്റൻസ് അല്ലെ, ഒരു പ്യൂർ സബ്സ്റ്റൻസ് ആണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. റെഡി. അപ്പൊ അടുത്ത ഒരു ചോദ്യം ഉണ്ട്, നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് മിക്സ്ചേഴ്സ്? മിക്സ്ചേഴ്സിനെ പറ്റിയാണ് അല്ലെ. ദേ ഓൾവേസ് പ്രൊഡ്യൂസ് ന്യൂ സബ്സ്റ്റൻസസ്. ആണോടാ? ഒരിക്കലല്ല. നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ആലോചിക്കുക നിങ്ങൾ, അതിനകത്ത് കുറെ കമ്പോണൻസ് ഉണ്ട്. അതൊരു പുതിയ സബ്സ്റ്റൻസ് ഒന്നും അല്ല, അത് ജസ്റ്റ് മിക്സ് ചെയ്തു നമുക്ക് വേണമെങ്കിൽ അതിന് ഈസി ആയിട്ട് മാറ്റാം അല്ലെ. their components lose their properties. ഉണ്ടോടാ? നമ്മളൊരു മിക്സറിൽ ഒരു കടല ഇട്ടു എന്ന് വെച്ചിട്ട് കടലിന്റെ പ്രോപ്പർട്ടി മാറുന്നുണ്ടോ? ഇല്ല. they have fixed ratio. ഒരിക്കലും ഇല്ല. ഇപ്പൊ നമ്മൾ 1 കിലോ മിക്സർ ഒരു കടയിൽ നിന്നും 1 കിലോ മിക്സർ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും കറക്റ്റ് ആണോ എല്ലാ ആളുകളും? ഒരിക്കലും അല്ല അല്ലെ. their components can be separated by physical methods. അത് കറക്റ്റ് ആണ്. അതായത് നമുക്ക് കൈ ഉപയോഗിച്ച് വേണമെങ്കിൽ എനിക്ക് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാം. എനിക്ക് കടല മാത്രം മതിയെങ്കിൽ ഞാൻ പെറുക്കി കഴിക്കും കടല അല്ലേ. അതാണ് സംഭവം. അപ്പൊ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് മിക്സർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ their components can be separated by physical methods. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ, ഈസി അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ MCQന് എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഷുഗർ ഈസ് കൺസിഡേർഡ് എ കോമ്പൗണ്ട് ബിക്കോസ്. ഷുഗർ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട്. നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ യോദ്ധാ ബാച്ചിലുള്ള ആളുകൾക്ക് അറിയാം, എക്സ്പെരിമെന്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഷുഗർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പൗണ്ട് ആണെന്നാ പറയുന്നത്. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ എ സീവ്. പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലെ. ഇറ്റ് കണ്ടെയ്ൻസ് കെമിക്കലി ബോണ്ടഡ് എലമെന്റ്സ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ നാച്ചർ. ഇറ്റ് ടേസ്റ്റ്സ് സ്വീറ്റ്. അപ്പൊ എന്താ കറക്റ്റ് ആൻസർ? ഇറ്റ് കണ്ടെയ്ൻസ് കെമിക്കലി ബോണ്ടഡ് എലമെന്റ്സ് അല്ലെ. അപ്പൊ ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അതിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ എലമെന്റ്സ് ഒക്കെ കൃത്യമായിട്ടുള്ള ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഷുഗർ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. സോ ഷുഗർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഷുഗർ കുറച്ചൊന്ന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വല്ല പുഡിംഗ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിന് കാരമലൈസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്, ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറൂലേ അത്. സംഭവം എന്താ, ഇതിനകത്തുള്ള ഈ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്നത് അവർ H2O നമ്മൾ ചൂടാക്കുന്ന സമയത്ത് വേപ്പറൊക്കെ പുറത്തേക്ക് പോകുന്നു. ലാസ്റ്റ് അവിടെ കരി കിട്ടുന്ന നമ്മുടെ കാർബണും ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതെന്താണ്, ഇത് ഒരു
യെസ്, ഒരു കോമ്പൗണ്ട് ആണ്. അവിടെ എന്തൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് കെമിക്കലി ബോണ്ടഡ് എലമെന്റ്സ്. ഓക്കെ, അവർ കെമിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്? ബോണ്ടഡ് ആണ് അല്ലെ. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മിക്സ്ചർ? വാട്ടർ, അയൺ, എയർ, ക്വാഡ്സ് അല്ലെ. ഇതിൽ ഏതാണ് ഒരു മിക്സ്ചർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിലൊരു മിക്സ്ചർ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പൗണ്ട് ആണ്. അയൺ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. ക്വാഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മിനറൽ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എയറിനെ കണ്ടാൽ തന്നെ നമുക്കറിയാം എയർ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? മിക്സ്ചർ ഓഫ് ഗ്യാസസ്. നമ്മൾ പറയാറുണ്ട് പലതരത്തിലുള്ള ഗ്യാസും വാട്ടർ വേപ്പറും എല്ലാം ഉള്ളൊരു മിക്സ്ചർ ആണ് നമ്മുടെ എയർ എന്ന് പറയുന്നത്. അപ്പൊ എയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫൈൻ. അടുത്ത നോക്കിയേ, വിച്ച് മിനറൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ടാൽക്കം പൗഡർ? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് മിനറൽസിന്റെ ആ ലാസ്റ്റ് പോർഷനിൽ മിനറൽസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ടാൽക്കം പൗഡറിന്റെ കേസിൽ ആ പേര് തന്നെ ഉണ്ട്, എന്താണ്? ടാൽക്ക് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് കമന്റ് ചെയ്ത് തരണം. ഓക്കെ, ചോദ്യം ഇതാണ്, എന്താണ്? വിച്ച് കോമ്പിനേഷൻ ഓഫ് മിനറൽ ഈസ് യൂസ്ഡ് ടു മാനുഫാക്ചർ സിമെന്റ്? സിമെന്റിന്റെ മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഏത് കോമ്പിനേഷൻ ആണ്, മിനറൽസിന്റെ ഏത് കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇതാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ 9 CBSE നിങ്ങൾ പോവുകയാണ് അല്ലെ. അപ്പൊ നല്ല കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ സിലബസ് ഒക്കെ ഇത്തവണ മാറിയത് കൊണ്ട് തന്നെ അടുത്ത തവണ ഇതിന്റെ ഹയർ ലെവൽ ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക. അപ്പൊ നമ്മുടെ ബാച്ച് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഇപ്പൊ സിലബസ് മാറിയ കേസിൽ നമ്മൾ 2 സിലബസിലും ഫോളോ ചെയ്യാറുണ്ട്. ബാച്ചിൽ 2 ബാച്ച് തന്നെ നമുക്കുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഇനിയും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ നേരത്തെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക, അവസാനത്തേക്ക് വെക്കരുത്. കാരണം നെക്സ്റ്റ് അതും കഴിഞ്ഞിട്ട് പിന്നെ 10ലേക്കാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മറക്കണ്ട, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.